വ്യസന സമേതം ബന്ധുമിത്രാദികൾ റിട്ടേൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ വിപിൻ ദാസ്. അപ്പോൾ സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ളൊരു സിനിമ. ഒരു മരണ വീട്ടിൽ, ഒരു കേരളത്തിലെ ഗ്രാമീണ പ്രദേശത്തെ മരണ വീട്ടിലുണ്ടാകുന്ന സംഭവ വികാസങ്ങൾ, അവിടെ എന്തൊക്കെയാണ് നടക്കുന്നത്, അവിടെ കുറച്ച് പൊളിറ്റിക്സ് ഉണ്ടാവും, കാസ്റ്റ്, റിലീജിയൻ, അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ടാവും, പിന്നെ നെയ്ബേഴ്സിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ അങ്ങനൊരു കാര്യമാണ് കൈകാര്യം ചെയ്തിട്ടുള്ള സിനിമ പറഞ്ഞിരിക്കുന്നത് വേറൊന്നുമല്ല. എപ്പോഴും ഒരു വീട്ടിൽ മരണം ഉണ്ടാകുമ്പം അതിൽ വ്യസനം ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ദുഃഖം ഉണ്ടാക്കുന്നത് അവരോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന വളരെ കുറച്ച് പേർക്ക് മാത്രമായിരിക്കും. അപ്പം അങ്ങനെ ഒരു സംഭവത്തെക്കുറിച്ചിട്ട് വളരെ ഒരു കോമഡി ഡ്രാമ സെറ്റപ്പിലാണ് സിനിമ പോകുന്നത്. മല്ലിക സുകുമാരൻ ഒരു പ്രധാനപ്പെട്ട കഥാപാത്രം ചെയ്തിട്ടുണ്ട്, വളരെ മനോഹരമായിട്ട് അവർ കൈകാര്യം ചെയ്തിട്ടുണ്ട്. അതുപോലെ അസീസ് നെടുമങ്ങാടൊക്കെ വേറെ ലെവല്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിയുടെയൊക്കെ ലെവലേ മാറി. കാര്യം വളരെ മെച്യൂർ ആയിട്ടുള്ള ആക്ടിങ്. പിന്നെ സിജു സണ്ണി ഇതിൻ്റെ അകത്ത് ആ ഒരു പ്ലോട്ട് എന്തിനാണ് കൊണ്ടുപോയെന്ന് എനിക്കറിയില്ല, വലുതായിട്ട് വർക്കൗട്ട് ആയിട്ടില്ല. പിന്നെ ജോമോൻ ജ്യോതിർ, പുള്ളിയുടെ പാട്ട് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പുള്ളിയാണ് അത്യാവശ്യം ഈ സിനിമയ്ക്ക് നന്നായിട്ട് നമ്മളെ ചിരിപ്പിച്ചിട്ടുള്ളത്. പിന്നെ നോബിയുണ്ട്, പിന്നെ ആരൊക്കെയാണ്, പിന്നെ അനശ്വര രാജൻ ഒരു പ്രധാനപ്പെട്ട കഥാപാത്രം ചെയ്തിട്ടുണ്ട്. അതൊക്കെ തന്നെയാണ് ഈ സിനിമയെ കുറിച്ചിട്ട് പറയാനുള്ളത്. അപ്പം നിങ്ങളുടെ അടുത്ത തിയേറ്ററിൽ ഈ സിനിമ ഉണ്ടെങ്കിൽ ഒന്ന് പോയി കാണുക. ഇറ്റ്സ് മീ സംഗീത് ലാൽ സൈനിങ് ഓഫ്.